മക്കളെ വണക്കം. നാളുകൾ കുറഞ്ഞു വരുന്നുണ്ട്, അന്ന് ആൾക്കാരുടെ എണ്ണം കുറയുന്നില്ല. കളിയാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലും എത്തിയിട്ടുണ്ട്. കളിയുടെ ഓരോരോ കാഠിന്യം കൂടുന്നുമുണ്ട്. പോകുന്ന പാതകൾ കഠിനമേറിയതാണ്. എന്നാൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം തികയുന്നില്ല. അത് കാരണം കൊണ്ട് ഈ ആഴ്ച ഡബിൾ എവിക്ഷനാണ് കേട്ടോ. അത് തന്നെയാണ് ഈ ആഴ്ചത്തെ ഹൈലൈറ്റും. ആദ്യമേ ക്യാപ്റ്റൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ജെഫ്രിയോട് ചോദിക്കുന്നത് ജെഫ്രിയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു ജെഫ്രിയോട് തന്നെ ചോദിക്കണം. കാരണം അന്ന് ആ ഫസൽ എടുക്കണമെന്ന് ജെഫ്രി പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ ക്യാപ്റ്റൻസി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ടല്ലേ ദർശിക ഞാൻ ഒന്ന് രണ്ട് പറഞ്ഞിട്ടും കേൾക്കാഞ്ഞ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് എടുത്തേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ദർശികയുടെ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്, ക്യാപ്റ്റൻ വാൺ ചെയ്തിട്ട് ആ തെറ്റാണ് സാർ, എന്ത് പറഞ്ഞാലും തെറ്റാണ്, സോറി പറഞ്ഞാൽ അവിടെ തീരുമോ, എന്തിനേലും എക്സ്പ്ലനേഷൻ തരൂ, തെറ്റാണെന്ന് അറിയാമല്ലോ, എന്നാലും നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് അവിടെ കൊണ്ട് തീരത്തില്ലേ, അത് കാരണം കൊണ്ട് എക്സ്പ്ലനേഷൻ തരാൻ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ദർശികയെ ആദ്യമേ തന്നെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിയുമ്പം മഞ്ജരി പാൽ ചോദിച്ചു. മഞ്ജരി വന്നിട്ട് പാൽ ചോദിച്ചു, അത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷെ നിങ്ങൾ റവ മാത്രം എടുത്തു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് രാത്രി ഫുഡ് ഉണ്ടാക്കി കഴിച്ചത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ എന്ന് ജെഫ്രിയോട് ചോദിക്കുന്നുണ്ട്. അത് അരുൺ ഇപ്പോഴാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജരിയുടെ അത് അപ്പോൾ അവരുണ്ടാക്കി കഴിച്ചതോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അത് അടുത്ത ദിവസത്തെയാണ് ദർശികയുടെ വന്നത്. ദർശിക പറയുന്നുണ്ട് അത് എനിക്ക് ഞാൻ ചില സമയത്ത് കുടിക്കും ചില സമയത്ത് കുടിക്കത്തില്ല, അങ്ങനെയാണ്, ഞാൻ അതെല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് കഴിച്ചില്ലേ, ഈ ആഴ്ച റേഷനും കുറവാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു ന്യായം ബാക്കിയുള്ളവർക്ക് മറ്റൊരു ന്യായം, അപ്പം നിങ്ങൾക്കൊരു പൊസിഷൻ കിട്ടിയാൽ അത് നിങ്ങൾ ദുരുപയോഗം ചെയ്യും, അങ്ങനെയല്ലേ ദർശിക എന്ന് ചോദിക്കുന്നുണ്ട്. മഞ്ജരി റേഷൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തേ എന്ന് ജാക്ലിനോട് ചോദിക്കുന്നുണ്ട്. അതെന്തിനാണ് എതിർത്ത് സൗന്ദര്യം വന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. മഞ്ജരി ഒട്ട് കേട്ടതാണ്, അതായത് കേട്ടതാണെങ്കിൽ ഒളിഞ്ഞു കേട്ടതാണെങ്കിൽ നിങ്ങളും അത് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നത് എന്ന് സേതുപതി സാറ് ജാക്ലിനോട് ചോദിക്കുന്നുണ്ട്. ഇനി ദൈവത്തെ ഓർത്ത് ഇനി ഇതേപോലത്തെയുള്ള റിയാക്ഷൻ സൗന്ദര്യ തരരുത്, ഒരുമാതിരി വൃത്തികേട് പോലെയാണ് ഇരിക്കുന്നത്, അത് കാരണം ആ സൗണ്ട് അവിടെ വെക്കരുത് എന്ന് സൗന്ദര്യയ്ക്ക് ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. നൈറ്റ് മോഷ്ടിച്ചവരൊക്കെ ചെയ്യുന്നതൊക്കെ കുഴപ്പം, നിങ്ങൾക്ക് 2 മണിക്ക് കഴിക്കാം 4 മണിക്ക് കഴിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ റേഷൻ കുറവാണ്, പാല് കുറവാണ്, പഞ്ചസാര കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും കഴിച്ചോളൂ, അത് ബാക്കിയുള്ളവരെ കൂടെ ഇൻഫോം ചെയ്തിട്ട് കഴിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം ദർശികയോട് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്കൊരു കണ്ടീഷൻ നിങ്ങൾക്ക് വേറൊരു കണ്ടീഷൻ അങ്ങനെയല്ലേ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിമ്പം മഞ്ജരിയോട് പറയണ്ട, മഞ്ജരി സേഫാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് വന്നിട്ട് ദർശികയും ജാക്ലീനും സൗന്ദര്യം കൂടെയുള്ള ആ പ്രോബ്ലത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ദർശിക വന്നിട്ട് നിൻ്റെ അപ്പാടെ വീടല്ലല്ലോ ഇത്, ബിഗ് ബോസിൻ്റെ വീടല്ലേ, നമ്മൾ കളിക്കാനല്ലേ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ളൊരു കമൻ്റ് അല്ലേ എന്ന് സേതുപതി സാർ ചോദിക്കുന്നുണ്ട്. പോ എന്തിനാ പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട്. അതും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, അതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാണ് ഇടയ്ക്ക് കയറി വന്നത്, എല്ലാത്തിനും കയറി വരുന്നത് എന്ന് സൗന്ദര്യോടും ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ദർശികയുടെ കിളി വരെ പോകുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരോടും പറയുന്നുണ്ട് ഇനി സംസാരിക്കുമ്പോൾ വാക്ക് നോക്കി സംസാരിക്കണം, ആർഗ്യുമെൻറ്റ് ചെയ്യും, നന്നായിട്ട് ആർഗ്യുമെൻറ്റ് ചെയ്യും, പക്ഷേ സംസാരിക്കുന്ന സംസാരങ്ങൾ നോക്കിയും കണ്ട് സംസാരിക്കണം. അതേപോലെ ആക്ഷൻ, സൗന്ദര്യം ആ കാണിച്ച ആക്ഷൻ തെറ്റാണ്, അത് നമ്മൾ ഇതിന് മുന്നത്തെ എപ്പിസോഡിൽ, അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വോൺ ചെയ്തിട്ടാണ് റേനെ റാണവിനെയും, അത് അത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ഈ ആഴ്ച ചെയ്യണേ അടുത്ത ആഴ്ച എന്തായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി മേലെ അത് ആവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങനെ ഒരാളുടെ നേരെ പോകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക, ഇനി പോവുകയാണെങ്കിൽ അവരെ ഡോർ വഴി വെളിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും, എന്നിട്ട് വെളിയിൽ വന്നിരുന്നോളാം പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ നോമിനേഷനുള്ളവരെല്ലാം ഒന്നിച്ചിരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ആര് പോകുമെന്ന് പറയുമ്പോൾ എല്ലാവരും റയാൻ്റെ പേരാണ് കൂടുതലും പറയുന്നത്. റയാൻ സേഫാന്ന് പറയുന്നുണ്ട്, ഒപ്പം തന്നെ റാണവിന് സേഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും സേഫാന്ന് പറയുന്നുണ്ട്, ഒന്നിച്ച് വന്നവരായതുകൊണ്ട് ഒന്നിച്ച് തന്നെ ഇരുന്നോളാൻ പറയുന്നുണ്ട്. അത് കഴിയുമ്പം എടുത്ത് കാർഡ് കാണിക്കുകയാണ്. ആരാന്ന് വെച്ചാൽ ആനന്ദിയുടെ പേരാണ് കേട്ടോ. ആനന്ദി ഔട്ടായിട്ടുണ്ട്. ആനന്ദിയുടെ അവിടെ ഉള്ള കണ്ടസ്റ്റൻസിനൊക്കെ സംസാരിച്ചിട്ട് അത് കഴിയുമ്പം എന്താണ് സംസാരിച്ചിട്ട് പിന്നീട് ആ ട്രോഫി ഉടച്ച് പിന്നെ നണ്ടിൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പറുണ്ട്, അതും വാങ്ങിച്ചിട്ട് ആനന്ദി മെയിൻ ഡോറിൽ കൂടെ വരികയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് സേതുപതി സാറിൻ്റെ അടുക്ക എത്തുന്നു, വീഡിയോസ് കാണിക്കുന്നു, പിന്നെ ഹൗസ് മേറ്റ്സിനോട് സംസാരിക്കുന്നു, പോകുന്നു കേട്ടോ. അത് ഇടവേള കാണിക്കുന്നുണ്ട്. ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ആണെന്നാണ് പറയുന്നത്. അത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ സാച്ചിനയുടെ പേര് കാണിക്കുന്നുണ്ട്. സാച്ചിന പോയത് മുത്തുക്കുമറിന് എന്താണെങ്കിലും ഒത്തിരി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. 2ാമത്തെ തവണയാണല്ലോ സാച്ചിന പോകുന്നത്. സാച്ചിനയും കരയുന്നുണ്ട്, എല്ലാവരും കരയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക്
ആ ട്രോഫിയില്ലേ അത് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നണ്ടിൻ്റെ വക മറ്റേ ഗിഫ്റ്റ് ഹാമ്പറും ഉണ്ട്. അത് കഴിയുമ്പോൾ മെയിൻ ഡോർ വഴി വെളിയിൽ വന്നിട്ട് സേതുപതി സാറിൻ്റെ അടുക്ക എത്തുകയാണ്. പിന്നീട് ഓൾഡ് വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് സേതുപതി സാറിൻ്റെ അടുക്ക കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഹൗസ് മേറ്റ്സിനെ കളിച്ച് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാച്ചിന എല്ലാവരുടെ ടാറ്റ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണെന്നുണ്ടായിരുന്നു. അടുത്ത ആഴ്ച നോക്കി കളിക്കാൻ ജാക്ലീനും സൗന്ദര്യവും ഒക്കെ നല്ലവണ്ണം കളിക്കട്ടെ എന്ന് നോക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ച ആൾക്കാരല്ല പോയിരുന്നത്. എന്നിരുന്നാൽ പോലും അടുത്ത ആഴ്ച നമുക്ക് നോക്കാം എന്താണ് വീക്കിലി ടാസ്കിൽ ഇവർ ചെയ്തു വെക്കുന്നത്. നന്നായിട്ട് കളിക്കുന്നുണ്ടോ? പുറകോട്ട് പോയ മുത്തുക്കുമരൻ, അതേപോലെ തന്നെ സൗന്ദര്യ, ജാക്ലീന അവരൊക്കെ മുന്നോട്ട് വരട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഇനിയെങ്കിലും കളിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.